ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്ത ഗൗരീശങ്കരം എന്ന ഒരൊറ്റ സീരിയലിലൂടെ പ്രേക്ഷക മനസ്സ് കവരുകയും ഇപ്പോൾ ഫ്ലവേഴ്സിലെ പഞ്ചാഗ്നിയിലൂടെ അമൃതയായും തിളങ്ങുന്ന നടിയാണ് വീണ നായർ. ഇപ്പോഴിതാ താരപ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കവേ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നടി. തൻ്റെ പ്രണയവിവാഹത്തിന് ഇനി 2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് നടിയും കുടുംബവും. ഗൗരീശങ്കരത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കെയായിരുന്നു വീണയുടെ വിവാഹ നിശ്ചയം നടന്നത്. 2024 സെപ്റ്റംബറിലായിരുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞ് 7 മാസം തികയവെയാണ് വിവാഹത്തിലേക്കും എത്തുന്നത്. പ്രണയവിവാഹമാണ് വീണയുടേത്. കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുത്ത ചെറിയൊരു ചടങ്ങായിരുന്നു വിവാഹ നിശ്ചയം. വിവാഹവും അതുപോലെ ആയിരിക്കുമോ അതോ ഗംഭീര ആഘോഷമാക്കുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. അതേസമയം തൃശ്ശൂരുകാരിയാണ് വീണ. ജനിച്ചതെങ്കിലും പഠിച്ചതും വളർന്നതുമെല്ലാം മുംബൈയിലായിരുന്നു. തൃശ്ശൂരിലെ പ്രേംകുമാർ ശ്രീലത ദമ്പതികളുടെ മകളായിട്ടായിരുന്നു ജനനം. ബിസിനസ് മാനേജ്മെൻറ്റ് ബിരുദധാരിയാണ്. ഒരു മികച്ച ക്ലാസിക്കൽ ഡാൻസറായ വീണ ടിക്ടോക്ക് വീഡിയോകൾ നിരവധി ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയാണ് സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത്. ഒരിക്കൽ നാടോടിക്കാറ്റ് മൂവിയിലെ മോഹൻലാൽ ശോഭന റൊമാൻറ്റിക് സീൻ ടിക്ടോക്ക് ചെയ്ത് വൈറലായതാണ് വീണയ്ക്ക് സിനിമാ അഭിനയത്തിലേക്ക് കടക്കാൻ പ്രചോദനമായത്. ആകാശഗംഗ 2 എന്ന ചിത്രത്തിലേക്ക് അഭിനേതാക്കളെ ആവശ്യമുണ്ടെന്നറിഞ്ഞ വീണ മൺചിത്രത്താഴിലെ ശോഭന അവതരിപ്പിച്ച നാഗവല്ലിയുടെ ഒരു രംഗം അഭിനയിച്ച വീഡിയോ സംവിധായകൻ വിനയന് അയച്ചു കൊടുക്കുകയും അതിഷ്ടപ്പെട്ട സംവിധായകൻ വീണയെ ആ സിനിമയിൽ നായികയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ആകാശഗംഗ 2-വിൽ ആരതി വർമ്മ എന്ന നായികാ കഥാപാത്രത്തെയാണ് വീണ അവതരിപ്പിച്ചത്. പ്രണയവിലാസം എന്ന ചിത്രത്തിൽ അർജുൻ അശോകനൊപ്പം റിഹാന എന്ന കഥാപാത്രത്തെയും അവതരിപ്പിച്ചിരുന്നു. പിന്നാലെയാണ് ഗൗരീശങ്കരത്തിലേക്ക് നായികയായി എത്തിയത്. ഗൗരീശങ്കരം സീരിയൽ അവസാനിച്ച ശേഷമാണ് വീണ പഞ്ചാഗ്നിയിലേക്ക് എത്തിയത്. നേരത്തെ ലിമ ബാബു എന്ന സീരിയൽ നടിയായിരുന്നു അമൃത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ തികച്ചും സ്വകാര്യമായ കാരണങ്ങൾ ലിമ പഞ്ചാഗ്നിയിൽ നിന്നും കിറ്റ് ചെയ്തപ്പോഴാണ് ആ വേഷത്തിലേക്ക് വീണ എത്തിയത്. വിവാഹ നിശ്ചയം കഴിഞ്ഞ് മാസങ്ങൾക്കിപ്പുറം വിവാഹ വിശേഷവും അറിയിച്ചെത്തിയ വീണയ്ക്ക് വിവാഹാശംസകളും അറിയിക്കുകയാണ് ആരാധകരിപ്പോൾ. വൈഷ്ണവ് എന്ന ചോട്ടാ ബാഹുബലിയാണ് വീണ വിവാഹം കഴിക്കാനൊരുങ്ങുന്നത്. ഏറെക്കാലത്തെ പ്രണയസാഫല്യം കൂടിയാണ് ഇവരുടെ വിവാഹം. എന്തായാലും വീണയുടെ വിവാഹ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ.